ഏഴാം വാർഡ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ താങ്കൾ ഈ വാർഡിൽ എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചുരുക്കി പറയാമോ? ഇപ്പൊ വാർഡിന്റെ നമ്മളിപ്പോ 7ാം വാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വാർഡിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പൊ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഞാൻ പ്രധാനമായിട്ട് ഊന്നൽ നൽകുന്നത് നമ്മുടെ ഈ റോഡ് വികസനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയെങ്കിലും ഒരു 7 മാസം 8 മാസത്തിൻ്റെ അകത്ത് നമ്മുടെ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആ ഒരു സമീപത്തേക്ക് എത്തുന്ന രൂപത്തിലുള്ള ഒരു റോഡ് വികസനം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് അതിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വരാൻ ഇപ്പോൾ 7ാം വാർഡ് കടന്ന് ഇങ്ങനെ പോകാനും നമ്മുടെ 7ാം വാർഡ് എന്ന് മാത്രമല്ല നമ്മുടെ വലിയ പറമ്പ് ഏഴുമല റോഡായി ബന്ധപ്പെട്ട കാര്യമായത്. അപ്പൊ ഏഴുമല റോഡായി ബന്ധപ്പെടുമ്പോൾ എല്ലാ വാർഡിലേക്കും ഇതിന്റെ കാര്യങ്ങൾ ഏകദേശം ഒരു 1.5 കൊല്ലം കൊണ്ട് ഒരു കൊല്ലം 1.5 കൊല്ലം കൊണ്ട് പാല സ്റ്റേറ്റിലേക്ക് തന്നെ മെയിൻ റോഡ് ആക്കാനുള്ള അല്ലെങ്കിൽ അത് വരാനുള്ള ഒരു സംവിധാനം തന്നെയാണ് പഞ്ചായത്ത് അല്ലെങ്കിൽ ഭരണസമിതി മറ്റുള്ള ആൾക്കാരൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുമില്ല. അതുകൊണ്ട് ഞാൻ പ്രധാനമായിട്ട് ഊന്നൽ കൊടുക്കുന്നത് റോഡ് വികസനമാണ്. എന്നാണ് ഒട്ടനവധി പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ വെറുതെ പറയുന്ന ഒരു വാക്കല്ല, നമ്മളെ തെരഞ്ഞെടുപ്പിന്റെ അന്ന് പറഞ്ഞ വാക്ക് തന്നെയാണ് ഇന്നും പറയുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ വന്നിട്ട് 4 മാസം ആവാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ അടുക്ക് തന്നെ ഫ്ലഡിന്റെ ഒരു 5 ലക്ഷം രൂപ നമ്മുടെ വലിയപറമ്പ് എക്സ്ചേഞ്ച് മുതൽ ഏകദേശം നമ്മുടെ AC അഹമ്മദ് ഖാന്റെ വീടിന് അപ്പുറത്തേക്ക് വരുന്ന ഒരു എസ്റ്റിമേറ്റ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ സോളിംഗ് അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റാണ്. അപ്പൊ അത് എന്തായാലും യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ കമ്മിറ്റി രൂപീകരിച്ചു. അത് പെട്ടെന്ന് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയും അപ്പൊ അതിന് ഇങ്ങോട്ട് പഞ്ചായത്ത് ഭരണസമിതിയൊക്കെ ചേർന്നുകൊണ്ട് തന്നെ ഒരു 10 ലക്ഷം രൂപയുടെ ടാറിങ്, ഇപ്പൊ എവിടെയാണോ ടാറിങ് അവസാനിക്കുന്നത്, അപ്പൊ ടാറിങ് ഏകദേശം നമ്മുടെ പടന്നക്കടപ്പുറം ഹൈസ്കൂളിന്റെ കുറച്ച് തെക്ക് ഭാഗത്തായിട്ട് ടാറിങ് വരുന്നുണ്ട്. ഇപ്പൊ പണി നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് പ്ലാൻ ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു 10 ലക്ഷത്തിന്റെ ടാറിങ് എവിടേക്കാണ് അത് എത്തുന്നത് അവിടം വരെ. ഇപ്പൊ പട്ടേൽക്കടപ്പുറം ഒക്കെ കഴിയുന്ന ഒരു മേഖലയിലേക്ക് ടാറിങ് വരും എന്നല്ലാണ്. അപ്പൊ അതിന് നമ്മൾ എവിടെ എന്നാണല്ലോ MLA ആയാലും MP ആയാലും ഏത് സോഴ്സ് ഉപയോഗിച്ചിട്ടെങ്കിലും നമ്മുടെ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് വരെയെങ്കിലും ഒരു 6-8 മാസത്തിനകത്ത് നമുക്ക് ബസ് സർവീസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നില്ല. ശരി, രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. താങ്കൾക്കെതിരെ എതിർ സ്ഥാനാർത്ഥി കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, അതിനെ പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കേസ് ആർക്കും കൊടുക്കാം. കേസ് ഇപ്പൊ എനിക്ക് വേറെ ഒരാളുടെ പേരിൽ എനിക്ക് കേസ് കൊടുത്തുകൂടെ? കേസ് കൊടുക്കാൻ വലിയ ആരെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. പക്ഷെ ആ കേസിന്റെ അകത്ത് എന്താണ് അതിന്റെ അകത്ത് കിടക്കുന്നത്, അതിലെന്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ വിശദീകരിച്ച് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ആ വോട്ടെണ്ണലിന്റെ അന്ന് നമ്മുടെ വോട്ടെണ്ണി നമ്മുടെ ഈ ബൂത്തിന്റെ ഈ വാർഡിന്റെ വോട്ടെണ്ണി കഴിയുമ്പോൾ 8 വോട്ടിന് വിജയിക്കപ്പെടുന്നു. പിന്നീട് ആ എതിർ സ്ഥാനാർത്ഥിയും അതിന്റെ മറ്റുള്ള ആൾക്കാരൊക്കെ കൂടിക്കൊണ്ട് റീകൗണ്ടിങ് വേണം എന്ന് ആവശ്യപ്പെടുകയും ഒരു വൈകുന്നേരം തന്നെ റീകൗണ്ട് നടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ റീകൗണ്ട് നടക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ട് കേസിൽ ഒട്ടനവധി കാര്യങ്ങൾ എങ്ങനെ ഉന്നയിക്കുന്നുണ്ട്. പീഡിപ്പിച്ചു, വോട്ട് നോട്ടെണ്ണം പോലെണ്ണി എന്നൊക്കെ. അതൊക്കെ വെറും വ്യാജാണ്, അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ വോട്ട് വീണ്ടും റീകൗണ്ട് ചെയ്തപ്പോൾ 11 വോട്ടിന് ഞാൻ വിജയിക്കുകയായിരുന്നു. ഞാനല്ല, CPM വിജയിക്കുന്നു. അപ്പോൾ ആ 11 വോട്ടിന് വിജയിക്കുമ്പോൾ തന്നെ എതിർ സ്ഥാനാർത്ഥി ഇപ്പോൾ ഈ വോട്ട് എണ്ണിയത് എനിക്ക് തൃപ്തികരമാണ്, എതിർ സ്ഥാനാർത്ഥി വിജയിച്ചതായി ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആരോക്ക് ഒപ്പിട്ട് കൊടുക്കണം. അപ്പൊ അതിലും ഞാൻ വലിയ കാര്യം കാണുന്നില്ല. കേസ് അങ്ങ് പോകുന്നല്ലാണ്ട് അതിലൊരു ഭയോ അതിൽ വലിയൊരു ഇഷ്യൂ ആയിട്ട് ആ കേസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എടുക്കുന്നില്ല. എത്ര വർഷം കഴിഞ്ഞാലും
സത്യം സത്യമായിട്ട് വരുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ശരി, മൂന്നാമത്തെ ചോദ്യം. കഴിഞ്ഞ ഭരണകാലത്ത് പാലം പണി സ്തംഭനാവസ്ഥയിലാവാൻ കാരണം പ്രസിഡന്റിന്റെ ഇടപെടൽ മൂലമാണെന്ന് പറയപ്പെടുന്നു. താങ്കൾക്ക് എന്താ പറയാനുള്ളത്? അത് അന്നത്തെ പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. എന്ന് പറഞ്ഞാല് പ്രസിഡന്റിന്റെ ഒരു ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഒരു കഴിവേട് കൊണ്ടാണ് അത് പോയത് എന്ന് പറയാൻ ഞാൻ തയ്യാറില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഘട്ടത്തിൽ ഐലൻഡ് ചെയ്തുകൊണ്ട് ഒരു പാല നിർമ്മാണം നടക്കാത്തൊരവസ്ഥ അന്ന് പൊതുവേ ഉണ്ടായിരുന്നു. അപ്പൊ അത് എത്രയും വേഗത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രമിച്ചിട്ടുള്ളത്. അത് ഇപ്പം ആ അന്നത്തെ അഭിപ്രായം പോലെ തന്നെയാണ് ഇന്ന് ബാർജ് ചെയ്തിട്ട് പാലത്തിന്റെ പണി ദ്രുതഗതിയിൽ കേവലം 1.5 കൊല്ലം കൊണ്ട് വലിയ പറമ്പ് എടിലക്കാട് പാലം യാഥാർത്ഥ്യമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരി, സഹകരിച്ചതിന് നന്ദി.